16 വയസ്സുള്ളൂ. KSRTC ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 6 മണിക്കാണ് ഞാൻ ബസ്സിൽ കയറി. ഏറ്റവും പുറകിലിരിക്കുക. അപ്പോൾ പുറകിൽ ഒരു സ്ത്രീകൾ പോലും ഇല്ല. ബെല്ലടിച്ചു. ഒരു ചേട്ടൻ കൊണ്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് എനിക്കിങ്ങനെ കാണാം. നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ മുണ്ടും പൊക്കി പൊട്ടി നിൽക്കുക. അണ്ടർവെയർ ഇല്ല. സത്യം ഇല്ല. ഞാൻ പുറകെ ഞാൻ മാത്രമല്ല ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. ഇങ്ങനെ നിൽക്കുവാണ് മുണ്ടും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കമ്പിയലുകൾ ഇങ്ങനെ പിടിച്ച് ചാടി എണീറ്റ് ചാടി പോയി എടുത്ത് പൊങ്ങി ചാടി അങ്ങോട്ട് കൊടുത്തു. അവിടെ കിട്ടുന്നേ ഉടനെ വണ്ടി പെട്ടെന്ന് നിർത്തിടാ. ഈ ഒച്ച കിടത്തേക്കും ബ്രേക്ക് ഇടും. നിർത്തി. അങ്ങനെ നിർത്തുകൊണ്ട് അയാൾ താഴെ വീണില്ല. ഞാനൊന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുക. ആ ഒരു മുറിവ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്റെ കിടകിടാക്കി കിടക്കുക. അമ്മ ട്യൂഷൻ ഏർപ്പാട് ചെയ്തു. അപ്പൊ ഈ ട്യൂഷൻ സാറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ട്യൂഷൻ സാർ വരുമ്പോ അമ്മ എന്ത് ചെയ്തു, പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ പുറത്തോട്ട് ഇറങ്ങി നെയ്ബേഴ്സിനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഈ സമയത്ത് ഈ ട്യൂഷൻ സാറ് ഇയാളെ മുണ്ടും ഇതിട്ടാ വരുന്നത്. ഇയാള് പഠിപ്പിക്കുന്ന സമയത്ത് അനിയത്തിക്ക് ഭയങ്കര പേടിയാ. പറഞ്ഞിട്ട് സാറേ ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ. അപ്പൊ അവള് ബാത്റൂമിൽ പോയിട്ട് പിന്നെ അവള് വരത്തില്ല. അപ്പൊ ഞാൻ ഒറ്റ അയാളുടെ കൈപ്പെട്ടെ. അപ്പൊ ഇയാൾ ഈ സമയത്ത് എന്റെ ലെഫ്റ്റ് ഹാൻഡ് അയാളുടെ പിടിപ്പിക്കുമായിരുന്നു. അയാള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന. എന്നിട്ട് അയാൾ പറഞ്ഞു പിടിക്ക. വന്നിട്ട് ഓടി പറയാം പിടിക്ക. അപ്പൊ ഞാൻ പേടിച്ചിട്ട് നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നറിയോ, ഒരു നമുക്ക് എന്ത് ഫീൽ വരും, ഒത്തിരി സമ്മർദ്ദം. അയാൾ എന്നിട്ട് എന്റെ കൈയുടെ മേലെ അയാൾ കൈ കയറ്റി. എത്ര വയസ്സുള്ള? അന്ന് 6 വയസ്സേ ഉള്ളൂ. അമ്മേനെ കൊണ്ട് പപ്പ ഹോസ്പിറ്റലിൽ പോകണം. ഞങ്ങൾ 3 പേരും തറയിൽ കിടന്ന് ഉറങ്ങുക. കുറേ എനിക്കറിയില്ല എപ്പോഴും എന്താ സമയം എന്ന് എനിക്കറിയാം. രാത്രി എനിക്കെന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പെട്ടെന്ന് കണ്ണുണ്ടെങ്കിൽ ഞാനെന്തോ ഒരു പാറയുടെ അടിയിൽ കിടക്കുന്ന പോലെ തോന്നുന്നു. അതുപോലെ ഞാൻ ഞെട്ടി നോക്കുമ്പോഴത്തേക്കും ഒരു റിലേറ്റീവ്, ഒരു അങ്കിൾ എന്ന് പറയാം, ആ പുള്ളിക്കാരന് ശരിക്കും എൻ്റെ തൊടയിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, മിന്നുവിനെ നാളെ പിടിച്ചിട്ട് ആഭ്യന്തരമന്ത്രിയാക്കാണ്. നിയമം കയ്യിൽ വരികയാണ്, എന്ത് ചെയ്യും? എന്ത് നിയമം ആദ്യം നടപ്പാക്കുന്നത്? കേസുകളെല്ലാം പെട്ടെന്ന് സ്പീഡപ്പ് ആക്കും. എല്ലാം സ്പീഡാക്കും. ഞാനിങ്ങനെ കോർട്ടിൽ കൂടെ എല്ലാവരും പിടിച്ച് വലിച്ച് ഇങ്ങനെ ഇരയ്ക്കുന്ന പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കത്തില്ല. നമ്മൾ അപ്പൊ തന്നെ ടക് 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 നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന അവിടെ ഉടനെ തന്നെ ഇതിപ്പോ 6 ഗൾഫിലുണ്ടായ സെയിം ശിക്ഷാരീതി ഇവിടെ കൊണ്ടുവരുന്നാണോ പറയുന്നത്? കയ്യും കാലും വിട്ടില്ലല്ലോ. നോട്ട് കമ്മിറ്റി കേസ് വന്നപ്പോഴാണ് ഞാൻ ഡിവൈഎസ്പിനെയൊക്കെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് കാണാൻ പോയിട്ടുള്ളതായിട്ട് ഞാനിങ്ങനെ കോർട്ട് 164 ജഡ്ജിനോട് മൊഴി പറയുന്നൊക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പൊ അവരുടെ ചാമ്പറിനകത്ത് കയറിയപ്പോ ഉണ്ടല്ലോ, ഇത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജഡ്ജിമാരൊക്കെ ഇരിക്കുന്ന ചാമ്പർ കണ്ടിട്ട് എനിക്കങ്ങ് വിഷമം വന്നു. ചെറിയ മണം അവർക്ക്. അങ്ങനെ ഞാൻ പറ്റും നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ അവർക്കാണ് കൊടുക്കേണ്ടത്. ഏറ്റവും വലിയ സൗകര്യങ്ങൾ ജഡ്ജിമാർക്കാണ് കൊടുക്കേണ്ടത്. ജഡ്ജിമാർ ഇരിക്കുന്ന സ്ഥലം നല്ല AC റൂമും നല്ല അടിപൊളി റൂമിനകത്താണ് അവർ ഇരിക്കേണ്ടത്. അപ്പൊ അത് ആദ്യമേ ഞാൻ പൊളിച്ച് നല്ലൊരു ബിൽഡിംഗ് പണിത് അവർക്ക് ഞാൻ നല്ല ഇതാക്കും, നല്ല AC എല്ലാം വെച്ച് അവരിരുന്ന് വേണം നമുക്ക് ജസ്റ്റിസ് അവർ ചെയ്യാൻ. കള്ളന്മാർക്ക് AC വെച്ച് കൊടുക്കൂ? കള്ളന്മാർക്കല്ല, കള്ളന്മാർക്ക് AC വേണ്ട. അല്ല, കുറ്റവാളികൾ എപ്പോഴും കുറ്റവാളികൾ തന്നെ. പക്ഷെ ജഡ്ജിമാരുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനായാലും ഇവരൊക്കെ ഈ ചൂടത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. നല്ല സ്നേഹമുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാ. പോലീസ് ജോലി കിട്ടുക. ഞാനൊരു നാഷണൽ അത്ലറ്റ് ആയിരുന്നല്ലോ. എനിക്ക് ഇരട്ട സ്വർണ്ണം നേടിയ ആളാണ് ഞാൻ. എൻ്റെ ഐറ്റം ഹൈ ജമ്പ് ആയിരുന്നു, പിന്നെ 100 മീറ്റേഴ്സ് റിലേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം എനിക്ക് ഈ പോലീസിൽ എന്നെ ജോലിക്ക് വിളിച്ചപ്പോൾ പിന്നെ മിനു ആദ്യം കയറ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊമോഷനാക്കി മിനുവിനെ കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ശമ്പളം എത്ര? 3000. എന്നാ 1998 അന്ന്. പക്ഷെ അപ്പൊ ഞാൻ വിചാരിച്ചേ അപ്പൊ നമുക്കൊരു ക്വാർട്ടേഴ്സും കിട്ടും. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ ആ ഒരു റിട്ടയർമെന്റ് ലൈഫ് പോലും ആകത്തില്ലായിരുന്നു. ഇങ്ങനെ ആ ക്വാർട്ടേഴ്സ് ചിലപ്പോ ഒന്ന് SI ആയി അതിന്റെ മുകളിലേക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് തറവാട്ടിലെ മെയിൻ ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും തല്ലണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? തീർച്ചയായിട്ടും. ആരതല്ലേ? ഓട്ടോ ഇഷ്ടം പോലെ അടി കൊണ്ടിട്ടുണ്ട്. അടി കൊണ്ടിട്ടുണ്ടെന്നാണ്? കൊടുത്തിട്ടുണ്ടെന്നാണ്? അടി കൊടുത്തിട്ടുണ്ട്. കൊണ്ടിട്ടുണ്ടോ?
കൊണ്ടിട്ടില്ല, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എവിടെ ആരെ തല്ലിയേക്കുന്നത് ഒരു കഥ പറഞ്ഞേ. ഞാൻ ചെറുപ്പത്തിലെ തന്നെ വളരെ, ഞാൻ പറഞ്ഞു, സ്പോർട്സ് കാര്യത്തിയായിരുന്നു, ഒരു അത്ലറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യവും ധൈര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം രാവിലെ ഹോസ്റ്റലിൽ പഠിക്കുക, ഞാൻ ബോർഡിങ്ങിലാണ് പഠിച്ചവരെന്നൊക്കെ. 3 വയസ്സ് തൊട്ട് 12ാം ക്ലാസ് വരെ. ഞാൻ ഇപ്പോൾ സംഭവം ഉണ്ടായത് എനിക്കൊന്ന് 16 വയസ്സേ ഉള്ളൂ. ഞാൻ KSRTC ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിന് 6 മണിക്കാണ് ഞാൻ ബസ്സിൽ കയറി, ഏറ്റവും പുറകിലിരിക്കുക. അപ്പോൾ പുറകിൽ ഒരു സ്ത്രീകൾ പോലും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതേക്കും ഒരു ബെല്ലടിച്ചു. അപ്പോൾ ഇവിടെ ബെല്ലടിച്ചാൽ പിന്നെയും 1 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി നിർത്തത്തുള്ളൂ, ഫാസ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പം ബെല്ലടിച്ചു, ഒരു ചേട്ടൻ മുണ്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നത് എനിക്കിങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ മുണ്ടും പൊക്കി പിടിച്ചിട്ട് നിൽക്കുക, അണ്ടർവെയർ ഇല്ല. സത്യം ഇല്ല. ഞാൻ പുറകെ, ഞാൻ മാത്രമല്ല പുറകെ, ഞാൻ ആ ഡോറിന്റെ എവിടെ ഞാൻ നേരെ ഇരുന്നത്, ഡോറിന്റെ എവിടെ. അപ്പൊ ഈ ഡോറിന്റെ കൂടെ ഇറങ്ങി പോവാന് ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അവിടെ ഇങ്ങനെ നിൽക്കുവാണ്, മുണ്ടും പൊക്കി പിടിച്ചോണ്ട് ഇതേ ഇങ്ങനെ പിടിച്ചോ വെച്ചിട്ടുണ്ട്. എനിക്ക് എന്നാ നടത്തേ, ഞാൻ അങ്ങ് 2 കമ്പിയാലും കൂടെ ഇങ്ങനെ പിടിച്ച് ചാടി എണീറ്റ് കൊണ്ട് പോയി എടുത്ത് പൊങ്ങി ചാടി ഒറ്റ തൊഴി അങ്ങോട്ട് കൊടുത്തു. അവിടെ കിട്ടുന്നേ ചൊറ്റ തൊഴി. അയാളങ്ങ് മറിഞ്ഞു വീണിട്ട് അയാൾ ആ ഡോറിന്റെ അവിടെ ഉരുണ്ട് വീണ്, ആ ഡോറിന്റെ അവിടെ കൈ ഇതില്ലേ അത്തേല് പിടിച്ച് തൂങ്ങി. അപ്പൊ ഒച്ച കേട്ട് എല്ലാരും കൂടെ എന്താ മുന്നിലിരുന്ന് എല്ലാവരും എന്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാൾ എന്റെ മുമ്പില് തുണി പൊക്കി പിടിച്ച് നിൽക്കുമായിരുന്നു, ഞാൻ ഒറ്റ ചവിട്ട് എടുത്തെന്ന് പറഞ്ഞു. ഉടനെ വണ്ടി ഇവിടെ നിർത്തിടാ, ഈ ഒച്ച കേട്ടത്തേക്കും ബ്രേക്ക് ഇടും നിർത്തി. അങ്ങനെ നിർത്തുകൊണ്ട് അയാൾ താഴെ വീണില്ല. ഞാൻ നോക്കത്തൊക്കെ ഞാൻ ശരിക്കും കൊണ്ടുവന്നേ, അയാൾ ഇങ്ങനെ റോഡിലോട്ട് വീണിട്ട് ആ കമ്പിയെ തൂങ്ങി കിടക്കുവാ. അയാളുടെ 2 കാലും സ്റ്റെപ്പിലിരിക്കുന്നു, എന്നിട്ട് ശരീരം എല്ലാം അങ്ങോട്ട് പോയി, ഡോറിന്റെ വെളിയിലോട്ട് പോയി. അദ്ദേഹം വണ്ടി വിട്ടും ചവിട്ടി നിർത്തി. ഞാൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ വീണായിരുന്നു. ഈ അടുത്ത കാലത്ത് ആരെങ്കിലും തല്ലണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആരായിരുന്നു? എന്റെ അമ്മ ഇടി ഒരു എന്താ പറയാ സീരിയസ് ആയിട്ടാ ആരാണത്? എനിക്ക് പെട്ടെന്ന് വന്നപ്പോ ഉണ്ടല്ലോ, എനിക്ക് എന്റെ വണ്ടി കേടായിപ്പോയി, എന്റെ കാറ് കേടായിപ്പോയി. എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെല്ലേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നുണ്ട്. ബസ്സിന് പോകുന്നു ജസ്റ്റ് വണ്ടി അവിടെ ഇട്ടിട്ട് ആ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് ബസ്സിൽ കയറേണ്ട ഒരു ആവശ്യം വന്നു. എറണാകുളത്ത് ബസ് വന്നതേക്കും ഇങ്ങോട്ട് ബസ് വന്നതേക്കും ആൾക്കാരെല്ലാം ഇങ്ങനെ ഇറങ്ങുകയാണ്, ഭയങ്കര തിരക്കാ. അങ്ങോട്ട് എല്ലാവരും കയറുകയും വേണം, എനിക്ക് ഈ ബസ്സിൽ തന്നെ കയറണം. അപ്പോൾ ഒരു പേര് കയറാൻ നിൽക്കുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ സാരി കൊടുത്തേക്കുന്നത്, അപ്പോൾ ഒരു ഹാൻഡ് ബാഗും ഉണ്ട്. ഞാനിങ്ങനെ കയറാൻ വേണ്ടി അതിൽ കയറുന്നതിൻ്റെ ഒരു ഇതിലെന്തെങ്കിലും ഇറങ്ങി വന്ന ഒരാളില്ലേ, അയാൾ ഇങ്ങനെ കൈ കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു പിടുത്തം, ഇറങ്ങി വന്ന ആള് മനസ്സിലായി, നേരെ ഓപ്പോസിറ്റില്ല. അപ്പൊ ഇങ്ങനെ ശരിക്കും പിടിച്ചോട്ടാ ഞാൻ അയാളുടെ കൈ പിടുത്ത് കിട്ടു. കയ്യിൽ ആരെന്നറിയില്ല, കയ്യിൽ അപ്പം തന്നെ പിടിച്ചു. അയാളെ പെട്ടെന്ന് പിടിച്ചു കൈ കൊടുത്ത് വലിക്കുക. ഞാൻ പക്ഷെ മണ്ട് വണ്ടി പോയാലും കുഴപ്പമില്ല, നിന്നെ വിടൂലടാ. പിടിച്ചു അവൻ വലിച്ചു, അവന്റെ പുറകെ ഞാനും പോയി. അങ്ങനെ ഞാൻ ആ ക്രൗഡിൽ നിന്ന് വെളിയിൽ വന്നപ്പോഴത്തേക്കും അവന്റെ മുഖം കണ്ട്, അവന്റെ മുഖം കിട്ടും, അവനെ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കല്ലേ, പിന്നെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ അടിച്ചു. എന്റെ മോതിരമൊക്കെ ചളങ്ങി അമ്മ പിടിച്ചു. പിന്നെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്നു. ആ ചോര വന്നു അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ കൺസെന്റിന്റെ ഒരാൾ പിടിച്ച പാട്ടേതാ, ഒരു പെണ്ണ് കരുതോളെ പെണ്ണുങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. അവിടെയാണ് നമ്മളെ അതോ. അപ്പൊ ഞാൻ ശരിക്കും അവിടെ അപ്പൊ തന്നെ അപ്പഴത്തേക്കും ഇങ്ങനെ ഇടിച്ചിട്ട് പോലീസ് ഓടി വന്നു. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്, ഓടാനും പറ്റത്തില്ല. ഒരു കണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിക്കും, അങ്ങോട്ടും ഇങ്ങനെ അടിക്കും, പിന്നെ കുത്തും മുക്കിനിട്ട് തന്നെ. അപ്പൊ അത്രക്ക് ദേഷ്യം വന്നു, നമ്മളാ പിടുത്തം കണ്ടാ അടാ വന്നതായിപ്പോയി. അപ്പത്തേക്കും പോലീസ് ഓടി വന്നു വെച്ചാൽ പറഞ്ഞു ഇവിടെ കളിച്ച് കുഴപ്പമില്ല. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ, പോലീസ് വന്നിട്ട് പറയാണേ. പോലീസ് വന്നപ്പോ എന്റെ ആ ദേഷ്യം അങ്ങ് അടങ്ങി. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വിട്ടിങ്ങനെ ഞാൻ വിട്ടു. അപ്പത്തേക്ക് അവനിങ്ങനെ ബ്ലഡ് തുടക്കുക, ബ്ലഡ് ആൾക്കാരെല്ലാം അന്തം വിട്ട് നോക്കുന്നു. എല്ലാരും കേറി ഇടിക്കുന്ന. അപ്പൊ പോലീസുകാരൻ പറഞ്ഞാന്നറിയാം, നീ ഒന്നും ചെയ്യാതെ ആ സ്ത്രീ ഇത്രയും ഇടിക്കണമെങ്കിൽ
നീ എന്തോ ചെയ്തിട്ടുണ്ടാവും, പടാ 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 എന്ന് പറഞ്ഞത്. എന്നോട് നമ്മൾ എന്ത് കേസ് കൊടുക്കാം, അവനോട് അതിനേക്കാൾ നല്ല കൊടുത്തുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ പെട്ടെന്ന് ബസ് എനിക്ക് സീറ്റും കിട്ടില്ല, ഒന്നും ഭയങ്കര തിരക്കാ. അപ്പൊ കേറി കഴിഞ്ഞപ്പോ ആൾക്കാർ പറയാ, എടാ നീങ്ങി നിക്കടാ നീങ്ങി നിക്കടാ നീങ്ങി നിക്കട. ഇത് ഇടി കണ്ടല്ലോ, അവർക്ക് എന്നെ മുട്ടാൻ വരെ പേടി. കാരണം അവിടെ നിന്ന് കുറച്ച് പെണ്ണുങ്ങൾ പറയാണേ, ഒന്ന് തൊട്ടു ഇത്ര ഇടി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് സ്ത്രീകൾ, മനസ്സിലായോ? ഇന്ന് മാറി ഞാൻ പറഞ്ഞു അന്നത്തെ. അതെ 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 അതെ. അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വെച്ചാൽ നിങ്ങളുടെ മകളെ ആണെങ്കിൽ നിങ്ങള് അത് അനുഭവിക്കുമ്പോഴാണ്. അതുപോലെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായതാണ്, ഞാൻ അനുഭവിച്ച ആളാണ്. പക്ഷെ അത് അനുഭവിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാകാത്തത്, അതിന്റെ ആ ഒരു ആഴം എത്രത്തോളം. തീർച്ചയായിട്ടും എന്തായാലും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ അനുഭവിച്ചതാണ്. വളരെ ഫേസ് ചെയ്ത്. കാരണം ഞാൻ പൊട്ടിക്കരയേണ്ടി വന്നത് എപ്പോഴാണ്? ആരും കൂടെ ഇല്ലാതെ? അങ്ങനെ വെച്ചാൽ അങ്ങനെ ഉള്ളു കേട്ടോ, അങ്ങനെയുള്ളൂ. അതിന് നേരം ഉണ്ടായിട്ടുള്ളൂ. അതേ നേരം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു സ്ത്രീക്ക് തനിയെ ജീവിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട്, കാരണം എല്ലാവർക്കും ഇത് തന്നെയാണ്, എല്ലാവർക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ അത് തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡ് അല്ല കേട്ടോ, അല്ലാതാണെങ്കിലും എവിടെയാണെങ്കിലും ചെന്നാല് അവർക്ക് എല്ലാവരും ഒരു ടൈമിൽ ഇപ്പൊ കേസ് ഇതൊക്കെ വന്നപ്പോ ഫിലിം ഫീൽഡ് ഇങ്ങനെ ഭയങ്കര വാർത്ത വന്നു. പക്ഷെ ഇതെല്ലാ മേഖലയിലും നടക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ അവർക്ക് ഫിലിം ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, വളരെ കുറച്ച് ആൾക്കാർ, കുറച്ച് പേരാണ് എല്ലാവർക്കും ബാധിച്ചത്. വില്ലന്മാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്, വില്ലന്മാരുടെ പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഉണ്ടായത്. ബാക്കി ഞാൻ പറയാം 16 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 16 അത് കൂടുതൽ സെറ്റിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം ഞാൻ തിരിച്ചു വന്നു, എന്നെ പറഞ്ഞു വെച്ചു. അവിടെ എല്ലാം എനിക്ക് ദുരനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്നെ വിട്ടു അവിടെ നിന്ന് വഴങ്ങത്തില്ല, തിരിച്ചു വിട്ടു. ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് മലയാളത്തിൽ മാത്രമോ അല്ലെങ്കിൽ തമിഴിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തമിഴിലോ അങ്ങനെ അവർക്ക് കാശ് മതി, കാശ് കൊടുത്താൽ മതി, കമ്മീഷൻ. പിന്നെ അധികം സിനിമയിലൊന്നും പോയിട്ടില്ല. അവിടെ ഒറ്റ സിനിമ അഭിനയിച്ച് അങ്ങ് നിർത്തി. ഒറ്റ സിനിമ എന്നല്ല, അത് വളരെ 14 ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നേരത്തെ പറഞ്ഞില്ലേ എവിടെയെങ്കിലും പകച്ചു പോയിട്ടുണ്ടോ, പൊട്ടി കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലേ, അതിന്റെ എന്താ പറഞ്ഞേ? പീഡനങ്ങള് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് മാത്രമല്ല, ഇത് ജനങ്ങൾ കേൾക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് ഒരു അവയർനെസ്സിന് വേണ്ടി ഞാൻ പറയാം. ഞാൻ അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുക. ആ ഒരു മുറിവ് സത്യം പറയാൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ എന്തുകൊണ്ട് കിടുകിടാ വിറയ്ക്കുക. അപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് അമ്മ ട്യൂഷൻ ഏർപ്പാട് ചെയ്തു. ട്യൂഷൻ എനിക്കും എൻ്റെ അനിയത്തിക്കും ട്യൂഷൻ ഏർപ്പാട് ചെയ്തു. അപ്പോൾ ഈ ട്യൂഷൻ സാറാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ട്യൂഷൻ സാർ വരുമ്പോൾ അമ്മ എന്ത് ചെയ്തു, പഠിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ പുറത്തോട്ട് ഇറങ്ങി നെയ്ബേഴ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഈ ട്യൂഷൻ സാറ് ഇയാളെ മുണ്ടും ഇതിട്ടാണ് വരുന്നത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തെന്നറിയോ, ഇയാൾ പഠിപ്പിക്കുന്ന സമയത്ത് അനിയത്തിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അനിയത്തി, സാറേ ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടെ, സാറേ ബാത്റൂമിൽ പോകട്ടെ. അപ്പോൾ അവൾ ബാത്റൂമിൽ പോയിട്ട് പിന്നെ അവൾ വരത്തില്ല. അപ്പം ഞാൻ ഒറ്റ അയാളുടെ കൈപ്പെട്ടെ. അപ്പോൾ ഇയാൾ ഈ സമയത്ത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് അയാളുടെ പ്രൈവറ്റ് പാർട്ടിൽ പിടിപ്പിക്കുമായിരുന്നു. അയാള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് എന്നെ. എന്നിട്ട് അയാൾ പറഞ്ഞു, പിടിക്കുക, വന്നിട്ട് ഓടി പറയാം, പിടിക്കുക. അപ്പം ഞാൻ പേടിച്ചിട്ട്, നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ, ഒരു പാമ്പിനെ പിടിക്കുക നമുക്ക് എന്ത് ഫീൽ വരും. അപ്പം പേടിക്കില്ല. 2 വയസ്സ് ഞാൻ എന്നൊക്കെ വെക്കുക, പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഒത്തിരി സമ്മർദ്ദം. അയാൾ എന്നിട്ട് എൻ്റെ കൈയുടെ മേലെ അയാൾ കൈ കയറി പിടിച്ച് എന്നെ അങ്ങനെ പിടിച്ച അയാളുടെ മുകളിൽ. അപ്പോൾ ഞാനത് ഒത്തിരി വിഷമിച്ച് ആ ആദ്യത്തെ ദിവസം. പിറ്റേ ദിവസം ഞാൻ പോയില്ല. അയാൾ വന്ന് നിൽക്കുക. അമ്മയുടെ കളി മിനുമോളേ എന്ന് വിളിക്കുക. ഞാൻ അവിടെ മരത്തെ കയറി, ഞാൻ ഭയങ്കര മരം കയറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പേരയുടെ മുകളിൽ കയറിയിരുന്നു. അമ്മ അവിടെ പറഞ്ഞു, എന്നാൽ ശരി ഞാൻ പോവാണെന്ന് കണ്ട് അയാൾ പോയി. തിരിച്ചു വന്നേക്ക് അമ്മ എന്നെ പിടിച്ച് കുറെ അടിച്ചു. പക്ഷെ അമ്മയുടെ അടുത്ത് എങ്ങനെ പറയണ്ടേ അതൊന്നും എനിക്കറിയത്തില്ല. എന്തോ അന്നത്തെ അമ്മമാർക്കൊന്നും മോളെ എന്താണ് മോക്ക് അങ്ങനെ ചോദിക്കാനുള്ളവരൊന്നും ഇല്ല. അവരൊന്നും അത് വിശ്വസിക്കത്തോല. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം അയാൾ വന്നു, ഞാൻ പോകത്തില്ല, അടി കൊണ്ടാലും ശരി ഞാൻ പോകത്തില്ല, ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അയാൾ നിർത്തി. അയാൾക്ക് മനസ്സിലായി ഇനിയും കൂടുതൽ ചെന്നാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞാലോ അപ്പൊ അയാൾ പൊടിയും തട്ടി അയാൾ സ്ഥലം വിട്ടു. വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു കുട്ടി ഉണ്ടായതിനു ശേഷം ഞാനും അമ്മയും കൂടെ ഇടുക്കി ഭാഗത്തോട്ട് ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇയാള് വണ്ടി കയറുന്നു. ബസ്സിൽ കയറി എനിക്കത്ര മനസ്സിലായില്ല. ചേച്ചി എങ്ങോട്ട് പോകും, എത്ര നാളായി കണ്ടിട്ട് അമ്മയോട് സംസാരിക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് മനസ്സിലായ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല. ട്യൂഷൻ സാറ് പണ്ട്. അപ്പോൾ ഇയാളോട് ചോദിക്കണേ,
ഇതാരാ മൂത്ത ആളോ രണ്ടാമത്തെ ആളോണെന്ന്. അയാൾക്ക് ആ പേടിയുണ്ടാവും. അയാൾക്ക് ആ പേടിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞു മൂത്ത മോളാ. അറിയോടി, നീ അറിയോ? ഞാനിങ്ങനെ നീതാണ് നീയാണല്ലടാ ദാഷ്. അപ്പോൾ അപ്പം എൻ്റെ മോഹം കണ്ടപ്പോൾ അയാൾക്ക് പന്തിയല്ല എന്ന് മനസ്സിലായി. എടാ ഞാൻ ശരി ശരി കണ്ടിട്ട് ഒത്തിരി നാളെ ഞാനിവിടെ ചേച്ചി ഞാനിപ്പോൾ സന്ധി അതൊന്നും ഞാൻ കേട്ടില്ല. എൻ്റെ മനസ്സിലടാ നീ എന്നെ പേടിപ്പിച്ചില്ലടാ. അപ്പോൾ ഇയാൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയി നിന്നു. അപ്പം അമ്മ പറഞ്ഞു നീ എന്താടി അവനോടൊന്നും മിണ്ടാണ്ടിരുന്നേ, നീ മറന്നു പോയോ? 2ാം ക്ലാസ് നിന്നെ ട്യൂഷൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു ട്യൂഷൻ എത്ര ദിവസം പഠിപ്പിച്ചേ? 1 ദിവസമേ പഠിപ്പിച്ചുള്ളൂ. എന്താ നടന്നത് നമുക്കറിയാമോ? അമ്മ എന്നെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്തില്ലേ? എന്താ ചെയ്യുന്നറിയോ? അമ്മേ അവൻ എന്നെ കൊണ്ട് അങ്ങനെ എങ്ങനെ ചെയ്യുന്നുണ്ടോ? അമ്മ പറഞ്ഞു സത്യമാണോ നീ പറയുന്നത്? അമ്മേ സത്യമേ എന്ന് പറഞ്ഞു. അമ്മ ശരി എന്ന് പറഞ്ഞു. അമ്മ പെട്ടെന്ന് ബാഗൊക്കെ തന്നു. എൻ്റെ കൊച്ചുണ്ട്, ഒരു കൊച്ചുണ്ട്. അവൻ ഇറങ്ങുന്ന ഞങ്ങൾക്ക് അവിടെ ആ സ്റ്റോപ്പിലല്ല ഇറങ്ങേണ്ടത്, എന്നാലും അവൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ അമ്മ ഇറങ്ങി, എന്നെ കൊണ്ട് ഇറങ്ങി അവനങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ ഷർട്ടിന് അങ്ങോട്ടങ്ങ് പിടിച്ചിട്ട് എടാ ഇപ്പഴാടാ കൊച്ചനോട് പറഞ്ഞതുകൊണ്ടോ എന്താ അടി. അവൻ ഓടി ചെരുപ്പെല്ലാം ഇട്ടിട്ട് ഓടി. അവൻ മുണ്ടൊക്കെ പറഞ്ഞു പോയി. മുണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഓടുന്ന ഓട്ടം കാണണം. ഓടി അടി കൊടുത്തവൻ 4 അടി. പ്രതികരിക്കണം. അപ്പൊ ഇതിപ്പോ ഞാൻ എപ്പോ പറയാൻ കാരണം എന്നറിയോ? നമ്മുടെ കുട്ടികളെ ഇനി ആയാലും ട്യൂഷൻ ആയാലും എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. അമ്മമാരായാലും ശ്രദ്ധിക്കണം. അവരെ ചുമ്മാ ഫ്രീ ആയിട്ട് വിടരുത്. നമ്മൾ ശ്രദ്ധിക്കണം. പറയാൻ പറ്റില്ല എന്താ അവരുടെ മൂഡ് മാറുക. അപ്പൊ നമ്മുടെ സാഹചര്യം നമ്മൾ ഇട്ട് കൊടുക്കരുത്. നമ്മളുടെ പ്രസൻസ് എപ്പോഴും കാണുമ്പോൾ അവർക്ക് ഒരു പേടിയുണ്ടാവും. നമ്മുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ ഒരു ചേട്ടനായിട്ട് അച്ഛനെ പോലെ നമ്മുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ ഒരു ആങ്ങളേനെ പോലെ ഇങ്ങനെ കൂടെ നടന്നിട്ട് ഇതേപോലത്തെ വേണ്ടാത്തത് ഗ്യാപ്പ് കിട്ടിയപ്പോൾ കാണിച്ച ആൾക്കാരും ലൈഫിലുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ആ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇത്രയും ധൈര്യം എനിക്കായി വന്നതും ഓരോരുത്തരും ഒറ്റ ചോദ്യത്തിൽ തന്നെ എനിക്ക് മനസ്സിലാകാനൊക്കെ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പത്തിലെ തന്നെ ഞാൻ ചെറുപ്പത്തിലെ ബോർഡിങ്ങിലാണ് പഠിച്ചെങ്കിലും അതിന് മുമ്പ് തന്നെ എനിക്ക് പലരിൽ നിന്നും ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്നതാണായിരിക്കാം. അതുകൊണ്ടായിരിക്കും പലരും എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഓടാറുണ്ട്, ഓടി പോകാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ റിലേഷൻ ഒരു രാത്രിയിൽ അമ്മയ്ക്കൊരു അസുഖം വന്നു. അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എത്ര വയസ്സുള്ള? അന്ന് 6 വയസ്സേ ഉള്ളൂ. 6 വയസ്സ്. അപ്പം അമ്മേനെ കൊണ്ട് പപ്പ ഹോസ്പിറ്റലിൽ പോണു. ഞങ്ങൾ 3 പേരും തറയിൽ കിടന്ന് ഉറങ്ങുക, ഹാളിൽ. ബെഡിലില്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് കളിച്ചിട്ട് എന്തോ കളിച്ച് കിടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാളിൽ തന്നെ കിടന്ന് ഉറങ്ങി. അതിനിടയ്ക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. കുറേ എനിക്കറിയില്ല എപ്പോഴാണ് എന്താ സമയം എന്ന് എനിക്കറിയാം. രാത്രി എനിക്കെന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ പെട്ടെന്ന് കണ്ണുറണ്ടെങ്കിൽ ഞാനെന്തോ ഒരു പാറയുടെ അടിയിൽ കിടക്കുന്ന പോലെ തോന്നി. ഈ പാറയില്ലേ പാറ, അതുപോലെ ഞാൻ ഞെട്ടി നോക്കുമ്പോഴത്തേക്കും ഒരു റിലേറ്റീവ്, ഒരു അങ്കിൾ എന്ന് പറയാം, ആ പുള്ളിക്കാരന് ശരിക്കും എൻ്റെ തൊടയിൽ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റപ്പോഴത്തേക്കും എൻ്റെ ഇവിടെ തൊടയിലൊക്കെ ഇങ്ങനെ ഇത് കണ്ടു. ഞാൻ അമ്മേ പപ്പേ അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി പേടിച്ചത്. പപ്പാ അമ്മേ എന്നൊരു കൊച്ചു കിടന്ന് കാറി കൂവി മിണ്ടരുത് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ നിരങ്ങുക, അമ്മ പപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോഴത്തേക്കും വെല്ലുമിച്ച് ഓടി, തൊട്ടപ്പുറത്ത് തറവാടുണ്ട്. വെല്ലുമിച്ച് ഓടി വന്നു. എന്നെ മോനെ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുകൊണ്ടോ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും ആ അമ്മ വെല്ലുമിച്ചോണ്ടോ നിന്നുണ്ടല്ലോ പറഞ്ഞുകൂടോ ഞാൻ മോനെ അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കിണറ്റിൽ. അന്നൊന്നും പൈപ്പൊന്നുമില്ല കിണറ്റിൽ. അപ്പോൾ രാത്രി എന്തുകൊണ്ട് 12 മണിയാണ്. 12 മണിക്ക് എന്നെ പൈപ്പിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ച് അവിടെ എല്ലാം നല്ല കഴുകി കുളിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒരു കാരണവശാലും അപ്പനോടോ അമ്മയോടോ അത് പറയരുത്. പറഞ്ഞാൽ അവർ ഈ അങ്കിളിനെ കൊല്ലും. കൊന്നു കഴിഞ്ഞാലോ അവരെവിടെ പോവും? ജയിലിൽ പോകത്തില്ലേ? അപ്പം മോൾക്ക് അമ്മയും അച്ഛനുണ്ടാവുമോ? ഇല്ല. അങ്ങനെയാണ് നമ്മളെ തിരുത്തിയത് അല്ലേ? അതൊരു തെറ്റാന്നല്ല, ഇത് ഇങ്ങനെ പേടിപ്പിച്ചു. ഒരു കാരണവശാലും അമ്മയോടും അച്ഛനോടും പറയരുത് അങ്ങനെ. അപ്പോഴും അതിനുശേഷം ഇപ്പോഴും ഞാനോ ആ ഒരു 12 ആ സമയത്ത് ഇങ്ങനെ ഞെട്ടി എണീക്കാറുണ്ട്. ഇപ്പോഴും എണീക്കാറുണ്ട്. പക്ഷേ ഞാനിതുവരെ അതായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വിഷമം എൻ്റെ ജീവിതത്തിൽ ഇന്നും വലിയൊരു വിഷമമായിട്ട് കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മൾ റിലേഷൻ ആയാലും ആരെയും വിശ്വസിക്കാൻ പാടില്ല. പെൺകൊച്ചുങ്ങളെ കൊണ്ട് അത് ചില കൊച്ചുങ്ങൾ അറിയത്തില്ലായിരിക്കും ഉറക്കത്തിൽ റിലേഷൻ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്കവിടെ നിൽക്കാൻ പേടിയായി. പിന്നെ എൻ്റെ വീട് എനിക്ക് പേടിയായി. കാരണം എനിക്ക് സുരക്ഷിതത്വമില്ല. എൻ്റെ പേരൻസിൽ നിന്ന് പോലും എനിക്ക് സുരക്ഷിതത്വമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ബോർഡിങ്ങിൽ പോകണം കരഞ്ഞ്
ലാസ്റ്റ് ബോർഡിങ്ങിൽ കൊണ്ടാക്കി. പക്ഷെ ബോർഡിങ്ങിൽ കൊണ്ട് സംസാരിച്ചപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഇതുപോലെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കുറെ ചുറ്റുള്ള പലർക്കും ഇങ്ങനെയാണ്. എല്ലാവരും ഞങ്ങളിത് പറയൂല, ഹോസ്റ്റലിൽ പറയും എന്നെ ഉണ്ടല്ലോ എന്നെ ഇങ്ങനെ പറയുമ്പോൾ അതെ എന്നെ അതെ എന്നെ ഇങ്ങനെ കസിൻസിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത്. അപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യം ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം നിങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ അറിയുന്നില്ല. ആരതൊക്കെ പുറന്നു പറയാൻ നിൽക്കുന്നത് ആരും പറയാം പേടിച്ചിട്ട്. കുട്ടികൾക്ക് പാരന്റ്സ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരെ എന്നെ സംബന്ധിച്ചിടത്തോളം പിള്ളേരെ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ഹോസ്റ്റൽ തന്നെയാണ്. നമ്മൾ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോയാലും അമ്മയൊക്കെ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആര് വലിയൊരു മിസ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളെ എൻ്റെ മോളെ 3 വയസ്സാക്കി ആയപ്പോൾ തന്നെ ഞങ്ങളുടെ ബോർഡിങ്ങിലാക്കി. കാരണം ഞാൻ എൻ്റെ കൂടെ നിർത്തിയപ്പോൾ തന്നെയാണെങ്കിലും പാർക്കിലൊക്കെ കളിക്കാൻ പോകാം. എല്ലാ ഫ്ലാറ്റോടും എല്ലാവരും പിടിച്ചിട്ട് പോയി എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ സിനിമ ഫീൽഡിലേക്ക് കൊണ്ടുവരാഞ്ഞത് ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും. പിന്നെ അമ്മക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ സിനിമ ഫീൽഡ് എങ്ങനെ എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മളൊരിക്കലും ഇപ്പോൾ ഒരു പോക്സോ കേസ് എനിക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ. അതെന്താ സംഭവം? അത് ആ പെൺകുട്ടിയെ വെച്ചാൽ അമ്മയുടെ അനുജത്തിന്റെ സ്വന്തം മോളാണ്. അപ്പോൾ അതിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനെന്താ 16 വയസ്സൊക്കെ കാണുമല്ലേക്ക് അന്ന്. നമുക്കറിയാം ഈ സിനിമ ഫീൽഡ് എന്താണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ജനങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ അടുത്ത് മുകേഷ് ചോദിക്കുന്നു, ഇടവേള ബാബു ചോദിക്കുന്നു, വേറെ ആരുടെയൊക്കെ മണിമ്പിളരാജ്, ഇവരെല്ലാവരും ഇതിന് ഭയങ്കര ആർത്തിയുള്ളവരാ. ആണേ എനിക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ഈ കൊച്ചിനെ കൊണ്ട് കൂട്ടി കൊടുത്താൽ പോരെ, ഇവർക്ക് കൊടുത്താൽ പോരെ. ഞാൻ മദ്രാസിൽ പോയി കൊണ്ട് കൊടുക്കണോ? എന്നാലോചിച്ച് നോക്ക്. ചെന്നൈയിലെ അണ്ണാച്ചിമാർക്ക് കൊച്ചിനെ കൊണ്ട് കൊടുക്കണോ? എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ എനിക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നമ്പർ തരാം, ഇവർക്കൊക്കെ വലിയ താല്പര്യം, നിങ്ങൾ അവരുടെ അടുത്ത് പോക്കോ, എനിക്ക് വേണമെങ്കിൽ കുറേ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ നമ്മൾ അന്നും സത്യത്തിൻ്റെ പാതയിലാകും, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ചെന്നൈയിൽ പോയപ്പോൾ തന്നെ എനിക്ക് വലിയ ഒരു ഇതാണ് പ്രോത്സാഹനമാണ് എനിക്ക് അവിടെ കിട്ടിയത്. പിന്നെ എന്നെ എല്ലാവരും എന്നെ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ പല പ്രോഗ്രാംസിനും എന്നെ ചെന്നൈയിൽ വിളിക്കും. എന്ത് സ്കൂളിൻ്റെ പ്രോഗ്രാം ആയാലും എന്തെങ്കിലുമൊക്കെ അവാർഡ് കൊടുപ്പിക്കും. അങ്ങനെ ചിലപ്പോൾ എനിക്ക് അവാർഡ് കിട്ടും. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ഇതായിരുന്നു എനിക്ക് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്ത്രീനെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഫംഗ്ഷന് വിളിക്കുമോ? സ്റ്റേജിൽ കയറ്റുമോ? ജഡ്ജസിൻ്റെ ഒപ്പം ഇരുത്തുമോ? ജഡ്ജിമാരാണ് നമ്മുടെ വേറെയുള്ള ചീഫ് ഗസ്റ്റുമാർ, അവരുടെ ഒപ്പം ഇങ്ങനെ ഒരു സ്ത്രീനെ ഇരുത്തുമോ? എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യുന്ന പെണ്ണുങ്ങളെ ഇഷ്ടമായിരിക്കും, പക്ഷെ പബ്ലിക്കിൽ ആ പെണ്ണിനോട് ആരും മിണ്ടത്തില്ല. അതൊക്കെ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ 2014 തൊട്ട് എൻ്റെ ഫോട്ടോ സംസിദ്ധയെ കണ്ടല്ലോ. അങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അവർ ഒന്നെങ്കിൽ ബാലേന്ദ്ര മേനോനായിരിക്കും ഇതിൻ്റെ പുറകിൽ. ബാലേന്ദ്ര മേനോനെതിരെ കേസ് കൊടുത്തപ്പോഴാണ് ഈ പോക്സോ കേസ് വന്നത്. മനസ്സിലായോ? അപ്പം എൻ്റെ റിലേറ്റീവ്സിനെ പിടിച്ച് ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമല്ലോ. ഞാനാണ് ടിക്കറ്റ് കൊടുത്ത് ഇവർക്ക് വന്നോട്ടെ, ഭയങ്കര പ്രശ്നമാണ്, ഞാൻ ഒന്ന് വന്നോട്ടെ. ഞാൻ അപ്പോൾ ചോദിച്ചപ്പം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ആൻറ്റി, വന്നാലും ഞാൻ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞത്. അപ്പം ഞാൻ ചെന്ന് പോരെ, അന്നേരം പറയണേ എൻ്റെ ടിക്കറ്റിന് പൈസ ഇല്ലാന്ന്. അപ്പം ഞാൻ കല്ലടയിൽ ഞാനാണ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇവർ വന്നിട്ട് 2-3 ദിവസം നിന്നു. അന്ന് എൻ്റെ മക്കളുണ്ട് അവിടെ, സെർവൻ്റ് ഉണ്ട്, ഡ്രൈവറുണ്ട് അവിടെ. അപ്പോഴും ഇവരുണ്ടപ്പോൾ ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് പോയി. പോയി ആൻറ്റി ചോദിച്ചു ഞാനങ്ങൾ വന്നോട്ടെ എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. ആദ്യത്തെ ദിവസം ഇവർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഇവർ യാത്ര ചെയ്ത് വന്നാലേ. രണ്ടാമത്തെ ദിവസം ഈ ആൻറ്റി എൻ്റെ കൂടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു. ഈ ആൻറ്റീനെ ഷൂട്ടിംഗ് സ്ഥലത്ത് കണ്ട എല്ലാവരും ഡയറക്ടർമാർ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. ഇതേ രണ്ടാമത്തെ ദിവസമാണ് ഈ കൊച്ചു പറഞ്ഞത് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എവിടെയാണ് കൊണ്ടുപോയെന്ന്. ഈ രണ്ടാമത്തെ ദിവസം എൻ്റെ മക്കളുടെ കൂടെ ഈ കൊച്ച് ഷോപ്പിംഗ് മാളിലും ബീച്ചിലും എല്ലാം കറങ്ങിയ വീഡിയോയും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ കേസിലോ അതൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇത്ര മാസമായാലും 1 വർഷമായില്ലേ ഇതിനായിട്ടില്ല. അപ്പം ഇത് ഈ കൊച്ചിനെ കൊണ്ട് കാശ് വാങ്ങിച്ചിട്ട് പറയിപ്പിച്ചതാണ്. ഞാൻ കൂളായിട്ടാണല്ലോ നിന്ന്, കാരണം നമ്മൾ സത്യം തെറ്റ് ചെയ്താൽ പേടിച്ചാൽ പോരെ. അപ്പോൾ ഒരു പെണ്ണ് സത്യം തുറന്നു പറയുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലായിക്കോണേ, ഞാൻ ഇത്രയും പ്രായമുള്ള സ്ത്രീ, ഞാൻ 2 പിള്ളേരുടെ അമ്മയായതുകൊണ്ടും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇവരിതല്ല, ഇതിനപ്പുറം കളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഇതിനപ്പുറം നമുക്കെതിരെ 8 പേർക്കെതിരെ ഇവർ നമുക്കെതിരെ തിരിച്ചടിക്കുന്ന കാര്യം എനിക്കറിയായിരുന്നു. അത് അടിച്ചോട്ടെ, നമ്മൾ തെറ്റ് ചെയ്താൽ പേടിച്ചാൽ പോരെ. ഞാൻ തുറന്നു പറഞ്ഞു. ഇനി അതല്ലേ ഞാൻ മിനു ഇങ്ങനെ വന്നിട്ടുണ്ട് ഇന്ന ആളുടെ കീപ്പായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ലോഡ്ജ് വെച്ച് പിടിച്ചു എന്ന് അങ്ങനെ ഒരു ന്യൂസ് എന്നെ കുറച്ച് വരാതെ എനിക്കറിയാം. ആ ഒരു ബോധ്യം ഉണ്ടാകാനാണ് ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത്. ഞാൻ സിനിമയിൽ ധൈര്യമായിട്ട് നമ്മൾ ആരുടെയും കീപ്പായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല.
കീപ്പായിട്ട് ഇരുന്നിട്ടില്ല. അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു രണ്ടാമത്, അത് വേറെ കാര്യം. അല്ലാണ്ട് അപ്പം എന്നോട് ചോദിച്ചു എന്നാ ചായ കുടിക്കുന്നത് എന്തിനാ ചായക്കട വാങ്ങിക്കുന്നതെന്ന്. കല്യാണം കഴിച്ചപ്പോൾ ചിലർ ചോദിച്ചതാ അത് ചായ കുടിച്ചാൽ പോരെന്ന്. വേണ്ട, നമുക്ക് അന്നും, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്, നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ പോയിട്ട് നമ്മൾ കുറെ മൂല്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ കട്ടും പതുങ്ങിയും വരാത്തതിൻ്റെ കൂടെ ഒന്നും പോകാൻ ഇഷ്ടമില്ല. നീ അവിടെ നിന്നു, അവിടെ അങ്ങനെയല്ല, നമുക്ക് പോവാണ് സ്വന്തം ഭർത്താവിൻ്റെ കൂടെ തല ഉയർത്തിപ്പിടിച്ച് പോകണം അല്ലേ. അപ്പം അപ്പോഴേ തൊട്ട് നമ്മൾ മൂല്യങ്ങളെ മുറക്കെ പിടിച്ചുകൊണ്ട് ഇന്ന് വരെ നിങ്ങൾ തന്നെ അന്വേഷിച്ച് നോക്കിക്കോ, എല്ലായിടത്തും അന്വേഷിച്ച് നോക്കിയോ, മിനു സിനിമ ഫീൽഡിൽ ആരെങ്കിലും കീപ്പായിട്ട് ജീവിച്ചിട്ടുണ്ടോ, ആരുടെ ഏതെങ്കിലും നടന്മാരുടെ വല്ല കീപ്പായിട്ട് നിന്നിട്ടുണ്ടോ? അവസരങ്ങളുണ്ടായിരുന്നു, പോയിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ലോഡ്ജിൽ വെച്ച് വല്ലതും പിടിച്ചിട്ടുണ്ടോ, റെയ്ഡ് ചെയ്തിട്ടുണ്ടോ, അന്വേഷിക്കൂ, കിട്ടിയിട്ടില്ല. ഇനി പോട്ടെ, ഈ മുനീർ എന്ന് പറഞ്ഞ ആൾ എന്നെ കെട്ടാൻ വേണ്ടി അദ്ദേഹം നല്ല അരച്ച് കാലയ്ക്ക് കുടിച്ച് എന്നെ കുറിച്ച് മിന്നുവിനെ കിട്ടുമോ പലരോടും ചോദിച്ചു. ഇന്ന് സിനിമ നടി മിന്നുവിനെ കിട്ടിയത് എത്ര രൂപകളും പേ ചെയ്യാം, മിന്നുവിനെ കിട്ടുമോ പലരോടും ചോദിച്ചു. ഇല്ല, മിന്നു ഇസ് നോട്ട് അവൈലബിൾ, ഷീ ഇസ് നോട്ട്. അങ്ങനെ അയാളെ ഉറപ്പ് പറഞ്ഞ ശേഷം അയാൾ എന്നെ വന്ന് കല്യാണം കഴിച്ചത് മിന്നു. അതെ, എന്തായാലും നമുക്ക് എന്തായാലും ഇനി ബാക്കി കണ്ടറിയാം. എന്തായാലും സത്യം ആരുടെ ഭാഗത്താണ് അവർ വിജയിക്കട്ടെ. വിജയിക്കും, തീർച്ചയായിട്ടും. ദൈവം നീതിയുടെ കൂടെയാ, ഉറപ്പായിട്ടും. കുറെ പേരെ തല്ലിയ കൈയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു മിനു. അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു.